2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ 10ാം വാർഷിക പൊതുയോഗം നടന്നു. ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ 10ാമത് വാർഷിക പൊതുയോഗം ഫോർട്ട് കൊച്ചി YMCA ഹാളിൽ പ്രസിഡന്റ് സാബു അലിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ഫിറ്റ്നസ്, ചാരിറ്റി, സംഗീതം എന്നതാണ് ക്ലബിന്റെ പ്രഖ്യാപിത മുദ്രാവാക്യമെന്നും ഇവ 3ഉം സമൂഹവും വ്യക്തികളും കൈവരിച്ചാൽ അവിടെ തിന്മകൾക്ക് സ്ഥാനമില്ലാതാവുമെന്നും അതാണ് 10 വർഷമായി ക്ലബിന്റെ ലക്ഷ്യമെന്നും സാബു അലി തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. 10ാം വാർഷികം വിപുലമായി ആഘോഷിക്കുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളൊരു നൂറുകണക്കിന് ആളുകൾക്ക് നമ്മൾക്ക് സാമ്പത്തിക സഹായങ്ങളായിട്ട് വിദ്യാഭ്യാസത്തിലായിരുന്നാലും കല്യാണ ആവശ്യങ്ങൾക്കായിരുന്നാലും പിന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരുന്നാലും നൂറുകണക്കിന് സഹായം നമ്മൾ ചെയ്തു. പക്ഷേ ഒരെണ്ണത്തിൻ്റെ പോലും ഫോട്ടോഗ്രാഫി എടുത്ത് പ്രദർശിപ്പിച്ച് നമ്മുടെ ക്ലബിനോ ഈ ക്ലബിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കോ നേട്ടമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് യാതൊരു ശ്രമവും നടത്തുന്നത്. അത് ഇനിയും അത് തന്നെയായിരിക്കും. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് സംഗീതമാണ്. സംഗീതം എന്ന് പറയുന്നത് കൊച്ചിയുടെ ആത്മാവാണ്. സംഗീതമില്ലാതെ കൊച്ചിയില്ല. ഇവിടെ പാട്ട് തുടങ്ങുന്നതാണ് ചെറിയ ബോക്സ് വെച്ചിട്ടാണ്. ജനറൽ സെക്രട്ടറി നിഷാജ് ക്ലബിന്റെ നടപ്പ് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുവാനും അംഗങ്ങളുടെ ആരോഗ്യപരവും കലാപരവുമായ വളർച്ചയ്ക്ക് വഴിതെളിയിക്കുവാനും മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാനും കഴിഞ്ഞെന്ന് നിഷാജ് റിപ്പോർട്ടിൽ പറഞ്ഞു. ക്ലബ്ബ് വിപുലീകരണത്തിനുള്ള ഫണ്ട് ശേഖരണത്തിനായി സിറാജിൽ നിന്ന് ആദ്യ തുക പ്രസിഡന്റ് സാബു അലി സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് അംഗമായ ജോസ് പ്രശാന്തിന്റെ മക്കളായ റയാൻ ഹൈഗർ, വിമൽ വാലന്റിനോ, എക്ടർ ഇസാഖ് എന്നിവർക്ക് ദേശീയ തലത്തിൽ വിവിധ വിഭാഗങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ചതിൽ ക്ലബ്ബ് സമുചിതമായി ആദരിച്ചു. കൗൺസിലർ PM ഇസ്മുദ്ദീൻ, റഹീം, വിൽഫ്രഡ് മാനുവൽ, സലീം, സിറാജ്, നൌഷാദ് എന്നിവർ സംസാരിച്ചു. ആരോഗ്യപരമായ സ്ഥലങ്ങളോട് നിന്നാലും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തനത്തിലേക്ക് കുറിച്ച് പലരും പറയാറുണ്ട്. അതിലെനിക്ക് ഈ അഭിമാനം തോന്നാറ്. കാരണം നമ്മുടെ കുട്ടികൾ എനിക്ക് പറയാൻ തോന്നുന്നു നമ്മുടെ കുട്ടികൾ തന്നെ അനുഭവിക്കാം. എല്ലാമുള്ള ഒരു ക്ലബ്ബ് അത് ഇത്ര നല്ലൊരു പ്രശസ്തിയിലേക്ക് വന്നപ്പോൾ തീർച്ചയായിട്ടും അതിലെ ഒരു അഭിമാനം എനിക്കുമുണ്ട്. അപ്പോൾ ഇന്നത്തെ 10ാമത്തെ വാർഷികം വിപുലമായിട്ട് തന്നെ നമ്മൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഞാനിപ്പോൾ താമസിച്ചു. കാരണം ഞാനിപ്പോൾ മാധ്യമ പ്രതിനിധിയായിരുന്നു. CPMന്റെ ഏരിയ സമ്മേളനത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പുഷപ്സ് ചെയ്ത് പോകും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡംബിൾ ചെറിയ ഡംബിൾ അത് തുടങ്ങി. അപ്പോൾ 2 പേരും കൂടി അങ്ങനെ ചെയ്ത് ഇപ്പം ഇവിടം വരെ വന്നേക്കണം. വളരെ സന്തോഷമാണ്. കാരണം ഇത് ഗ്രേറ്റാണ്. കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാബു എടുത്ത തീരുമാനങ്ങൾ ഇത്ര വലുതാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇവിടേക്കൊന്നും ഓരോ അംഗങ്ങൾ സജീവമായി ചർച്ചയിൽ പങ്കുകൊണ്ടു. വൈസ് പ്രസിഡന്റ് റോഷൻ ജോൺ സ്വാഗതവും സെക്രട്ടറി അൻവർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.